ശ്യാമ, അങ്ങനെ മൊഴികൾ എന്തെങ്കിലും പറഞ്ഞ് പോലീസിന്റെ മുന്നിൽ നിന്ന് തടി തപ്പാൻ ഷൈൻ ടോം ചാക്കോ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു അല്ലേ? ശ്യാമിന് കേൾക്കാമോ? ശ്യാം, വിജയകുമാർ, ഏറ്റവും ഒടുവിൽ ഏകദേശം ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതായി പോലീസ് സ്ഥിരീകരിക്കുന്നത്. എഫ്ഐആർ ഇടുന്ന നടപടികൾ അവസാന ഘട്ടത്തിലാണ്. അതിൽ NDPSന്റെ 27, 29 വകുപ്പുകൾ പ്രകാരം ആണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് 1 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. 27, 29 തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഇതിൽ മനഃപൂർവ്വം ലഹരി ഉപയോഗിച്ചു എന്നതിന് പുറമെ മാത്രമല്ല, ഒരു മൊഴിയും വിശ്വസനീയമല്ല എന്ന പോലീസ് നിഗമനത്തിലെത്തിയതിന് പിന്നാലെയാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യാനും അറസ്റ്റിലേക്ക് പോകാനും തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ പോലീസ് ശേഖരിച്ച തെളിവുകളും ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ നൽകിയ മൊഴികളും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. മൊഴികൾ വിശ്വസനീയമല്ല, കള്ളം പറയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ലഹരി സംഘത്തിലെ പ്രധാനി, പ്രത്യേകിച്ച് സജീറുമായി ബന്ധമുണ്ട് എന്നുള്ള തെളിവ് കൂടി പോലീസ് ഷൈൻ ടോം ചാക്കോയുടെ മുന്നിൽ നിരത്തിയിരുന്നു. ഒടുവിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് സജീറുമായുള്ള ബന്ധം സ്ഥിരീകരിക്കേണ്ടി വന്നു. ആദ്യഘട്ടത്തിൽ സജീർ ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ ഷൈൻ ടോം ചാക്കോയുടെ മുന്നിലാണ് ശാസ്ത്രീയ തെളിവുകൾ നിരത്തി സജീറുമായുള്ള ബന്ധം പോലീസ് തന്നെ തെളിയിച്ചു കൊടുത്തത്. ഇതോടുകൂടിയിട്ട് ഷൈൻ ടോം ചാക്കോ മുൻപ് പറഞ്ഞ മൊഴികളെല്ലാം കള്ളമാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയും NDPS നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയുമായിരുന്നു. 27, 29 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത്. ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ്. എങ്കിൽ കൂടിയും ലഹരി കേസിൽ വീണ്ടും ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലാകുന്നു. നേരത്തെ കൊക്കൈൻ കേസിൽ അറസ്റ്റിലായിട്ട് ജാമ്യം ലഭിക്കുകയും കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കുകയും ചെയ്യപ്പെട്ട ആളായിരുന്നു ഷൈൻ ടോം ചാക്കോ. അതിന് പിന്നാലെ വീണ്ടും മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ രണ്ടാമതും ലഹരി കേസിൽ കേരളത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. നിലവിലിപ്പോൾ NDPS നിയമത്തിലെ 27, 29 വകുപ്പുകളാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ട് കുറ്റപത്രത്തിൽ എഫ്ഐആറിൽ രേഖപ്പെടുത്തുക. അതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. ലഹരി കേസിൽ നേരത്തെ പലവട്ടം ഉയർന്നു വന്ന പേരാണ് ഷൈൻ ടോം ചാക്കോയുടേത്. ലഹരി സംഘങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് പോലീസ് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിലും ലഹരിയുമായി അയാളെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. നിലവിൽ ആ ഹോട്ടലിൽ നിന്ന് നടത്തിയ ഒളിച്ചോട്ടം, പേടിച്ച് നടത്തിയ ഓട്ടമാണ് ഒടുവിൽ ഷൈൻ ടോം ചാക്കോയെ തമിഴ്നാട് വരെ എത്തിക്കുകയും അവിടെ നിന്ന് എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തത്. ഏതായാലും ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോയെ പഠിപ്പിച്ചു വിട്ട അഭിഭാഷകർ പറഞ്ഞ മൊഴികളൊന്നും പോലീസ് വിശ്വാസത്തിലെടുത്തില്ല. ആ മൊഴികൾ കള്ളമാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പോലീസ് അത് ഷൈൻ ടോം ചാക്കോയെ തന്നെ ബോധ്യപ്പെടുത്തി. കാരണം കൊച്ചിയിലെ തന്നെ ഏറ്റവും വലിയ ലഹരി കച്ചവടക്കാരിൽ ഒരാളായ സജീറുമായിട്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമുണ്ട് എന്ന് പോലീസ് ശേഖരിച്ച തെളിവുകളിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു. അത് ഷൈൻ ടോം ചാക്കോ പറഞ്ഞ മൊഴികളുമായി വളരെ വൈരുദ്ധ്യമുള്ളതുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനായി പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ നടക്കുന്നത്. അല്പസമയത്തിനകം അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ, NDPS കോടതിയുടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഷൈൻ ടോം ചാക്കോയെ ഹാജരാക്കുമെന്നുള്ള വിവരമാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. മലയാള സിനിമയിലെ താരങ്ങളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ലഹരി ബന്ധങ്ങൾ ആവർത്തിച്ചു വരുന്നതിനിടെ മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ, അയാളെ ഷൈൻ ടോം ചാക്കോയെ പോലീസ് ലഹരി കേസിൽ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ലഹരി വിരുദ്ധ നിയമം ചുമത്തിയിരിക്കുന്നു. ഇനി മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന നടപടിയാണ് അവശേഷിക്കുന്നത്. ഏതായാലും കൊക്കൈൻ കേസിൽ തെളിവുകളില്ല, പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്ന രീതിയിൽ രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോയ്ക്ക് ഈ കേസിൽ പോലീസ് വളരെ കൃത്യമായി കുറ്റപത്രം തയ്യാറാക്കുമെന്ന് ഉറപ്പാണ്. കാരണം പോലീസ് ഒരു തവണ കോടതിക്ക് മുന്നിൽ നാണം കെട്ടതാണ് കൊക്കൈൻ കേസിൽ. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൃത്യമായ തെളിവുകൾ ശേഖരിച്ചായിരിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയുള്ള എഫ്ഐആറും കുറ്റപത്രവും ഉൾപ്പെടെ വരിക. ഏതായാലും മജിസ്ട്രേറ്റിന് മുന്നിൽ അല്പസമയത്തിനകം തന്നെ ഷൈൻ ടോം ചാക്കോയെ ഹാജരാക്കും. NDPS നിയമത്തിലെ, ലഹരി വിരുദ്ധ നിയമത്തിലെ 27, 29 വകുപ്പുകൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായി ചുമത്തിയിരിക്കുന്നു. രാവിലെ മുതൽ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ പല രീതിയിൽ പറഞ്ഞ മൊഴികൾ വിശ്വസനീയമല്ല, അത് കള്ളമാണ്, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാണ് എന്ന് പോലീസ് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്താൻ പോകുന്നു അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്.